ഹലോ ടീച്ചേഴ്സ്, ശ്രദ്ധിക്കുക. നമുക്ക് ഗ്രോത്ത് മോണിറ്ററിങ് ഇപ്പോൾ 1-2 പേര് ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ വീഡിയോ ചെയ്യണത് എങ്ങനെയാണ് കുട്ടികളെ വളർച്ചാ നിരീക്ഷണം ചെയ്യണമെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വളർച്ചാ നിരീക്ഷണം നമുക്ക് മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി. ഒരു മാസത്തിൽ ഒരു തവണ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ നോർമലി നമ്മുടെ ബെനിഫിഷ്യറീസിൽ പോകുമ്പോൾ നമുക്ക് അവിടെ കാറ്റഗറീസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 6 month to 3 year എടുക്കുമ്പോൾ ഒരു കുട്ടീനെ എല്ലാ കാറ്റഗറികളും നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കുട്ടിയുടെ ആ 3 ഡോട്ട് കണ്ട കുട്ടിയുടെ പേരിന് നേരെയുള്ള ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് കാണാം ഗ്രോത്ത് മോണിറ്ററിങ്. കണ്ട മൂന്നാമതായിട്ട് ആ ഗ്രോത്ത് മോണിറ്ററിങ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയാൽ ഗ്രോത്ത് മോണിറ്ററിങ്ങിൽ ഓൾറെഡി ഈ ടീച്ചർ ചെയ്തിട്ടുണ്ട്. കണ്ട ഗ്രോത്ത് മോണിറ്ററിങ്ങിൽ ഈ ടീച്ചർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്തതിൻ്റെ ഹിസ്റ്ററി തൊട്ട് മുകളിൽ കാണിക്കുന്നതൊക്കെ പ്രീവിയസ് റീഡിങ് തൊട്ട് നമ്മൾ ഇതിന് മുന്നേ എടുത്ത റീഡിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ 21 March 2024, അതായത് ഈ മാസം തന്നെ 21-ാം തീയതി എടുത്തിട്ടുണ്ട്. ആ കുട്ടിക്ക് 83 ഹൈറ്റും 10,600 വെയ്റ്റും ഉണ്ട്. കണ്ടിട്ട് ഇതിൽ കണ്ട. അപ്പോൾ ഇനി ഈ ടീച്ചർക്ക് ഇനി ഈ മാസം ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒരു മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പുതിയതായിട്ട് ചെയ്യാത്തവർ അവരെ നോക്കുമ്പോൾ പ്രീവിയസ് റീഡിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ മാസമായിരിക്കും, ഫെബ്രുവരി ആയിരിക്കും. ശ്രദ്ധിച്ചാൽ മതി. ഗ്രോത്ത് മോണിറ്ററിങ്, അതായത് വളർച്ചാ നിരീക്ഷണം ചെയ്യാത്തവരെ പ്രീവിയസ് റീഡിംഗ് എന്ന് പറയുന്നത് തലേ മാസത്തെ ആയിരിക്കും, ഫെബ്രുവരി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാസത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റർ ഹൈറ്റ്. അപ്പോൾ നിങ്ങൾ ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക. മനസ്സിലായ എത്രയാണ് ഇപ്പോൾ ഈ മാസം വരുന്ന ഹൈറ്റ് എന്നുള്ളത് നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിൽ നിങ്ങൾ നോക്കിയാൽ ആ കുട്ടിയുടെ ഹൈറ്റ് 83 അപ്പോൾ ഞാൻ 82 അടിച്ചു. ഹൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെ കുറയോ? ഇല്ല, ഒരിക്കലും ഹൈറ്റ് കുറയില്ല. അപ്പോൾ നിങ്ങൾ ഹൈറ്റ് ഒരിക്കലും കുറച്ച് വരരുത്, തെറ്റിക്കരുത്. ഹൈറ്റ് എപ്പോഴും കൂടുള്ളൂ. അപ്പോൾ 83 ചിലപ്പോൾ 84 അല്ലെങ്കിൽ 83.5 കൂടല്ലേ ചെയ്യുള്ളൂ സെൻറ്റിമീറ്റർ ഹൈറ്റ്. അതെപ്പോഴും ശ്രദ്ധിച്ചോളൂ. വെയിറ്റ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ മാറ്റം വരാം. ഇപ്പോൾ ഈ 10,600 എന്നുള്ളത് ചിലപ്പോൾ ആ കുട്ടി 10,500 മനസ്സിലായ? ചിലപ്പോൾ ആ കുട്ടി 11 കിലോ. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം വെയ്റ്റിൻ്റെ കേസ്. അപ്പോൾ വെയിറ്റ് നിങ്ങൾക്ക് കൂടിയാലും കുറഞ്ഞാലും എത്രയാണെന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് അടിച്ചതിന് ശേഷം ആ സബ്മിറ്റ് ബട്ടൺ കണ്ട താഴെ, ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സക്സസ്ഫുള്ളി സബ്മിറ്റ് എന്ന് കാണിക്കും. ഇതിപ്പോൾ ഞാൻ ചെയ്യണില്ല, കാരണം ഈ ടീച്ചർ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളത് മാറ്റി കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പുതിയതായിട്ട് കയറിയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുപോലെ ഓരോ കുട്ടിയുടെയും, ഞാൻ വേറൊരു കുട്ടീനെ കാണിച്ചത്, ഇപ്പോൾ എല്ലാ കാറ്റഗറിയും ചെയ്യണം കേട്ടോ, 3 to 6. അപ്പോൾ എല്ലാ കാറ്റഗറിയിലും ഇതുപോലെ ഓരോ കുട്ടികളുടെ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ചെയ്യണം. ഈ 3 കുട്ടികളെ ക്ലിക്ക് ചെയ്യുക, ഗ്രോത്ത് മോണിറ്ററിങ് ക്ലിക്ക് ചെയ്യുക, ആ കുട്ടിയുടെ ഹൈറ്റ് എൻ്റർ ചെയ്യുക, വെയിറ്റ് എൻ്റർ ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. അതുപോലെ ഓരോരുത്തരും എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഗ്രോത്ത് മോണിറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാ ടീച്ചേഴ്സും മറക്കാതെ കറക്റ്റായിട്ട് ചെയ്തോളൂ കേട്ടോ.